Good morning students. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദീദിയുടെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമ്മൾ ദീദിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ദീദിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് എന്താണെന്ന് പറഞ്ഞത്? ദീദി ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം റീഡ്രോയിങ് ഇന്ത്യ, എ ബുക്ക് ബൈ ഷഹീൻ മിസ്രി ആൻഡ് കോവിദ് ഗുപ്ത. രണ്ടുപേര് ചേർന്നാണ് ബുക്ക് എഴുതിയത്. പിന്നെ എന്താണ് പറയുന്നത്? Here she tells her own experience and the incidents and motivation that leads to the formation of Akansha Foundation. ഈ Akansha Foundation എന്ന പ്രസ്ഥാനം ആരംഭിക്കാനുള്ള മോട്ടിവേഷൻ എന്താണ്, അതിന് പിന്നിലുള്ള ഇൻസിഡൻസ് എന്താണ്, ആ സംഭവ ബഹുലമായ ചരിത്രമാണ് ദീദി നമ്മളോട് ഈ ചാപ്റ്റർ വഴി പറയുന്നത്. അത് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റീഡ്രോയിങ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്, അത് കോവിദ് ഗുപ്ത എന്ന് പറയുന്നത് അവളുടെ സുഹൃത്തും അവളോട് ചേർന്ന് തയ്യാറാക്കിയ ആ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അവളുടെ ഈ നമുക്ക് പഠിക്കാൻ ഇവിടെ തന്നിരിക്കുന്ന ചാപ്റ്റർ. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. Take your textbook, page number 9. Okay. Didi by Shaheen Misri. I reached to touch a rainbow today. I reached up high, so high. And it as high as I reached up, I could not touch the sky. I will reach to touch a rainbow again. I will reach up higher and higher. And if I reach up high enough, I just may skim the sky. ഒരു റൈം പോലെ കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായി? അത് എന്താണ്? ഐ റീച്ച് ടു ടച്ച് എ റെയിൻബോ ടുഡേ. ഞാനൊരു മഴവില്ലിനെ സ്പർശിക്കാനായിട്ടാണ് ഇന്ന് ഉയർന്നു പോയി. ഐ റീച്ച്ഡ് അപ്പ് ഹൈ, സോ ഹൈ. ആ മഴവില്ലിൻ്റെ സൗന്ദര്യം കണ്ട് അതിനെ സ്പർശിക്കാനായിട്ട്, അതിനെ ഒന്ന് തൊടാനായിട്ട് ഞാൻ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് ഹൈ ആസ് ഐ റീച്ച്ഡ് അപ്പ്, I could not touch the sky. പക്ഷേ ആ സ്കൈയിലല്ലേ ഈ റെയിൻബോ ഉണ്ടാവുന്നത്? സ്കൈക്ക് നമുക്ക് തോന്നുന്നതാണ്, സ്കൈ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നതാണ്. ആ മഴവില്ലിനെ തൊടാനായിട്ട് ഞാൻ ഉയർന്നുയർന്ന് പോങ്ങിയെങ്കിലും എനിക്ക് ആകാശത്തിൽ നിന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. I will reach to touch a rainbow again. I will reach up higher than high. പക്ഷെ ഞാൻ ഒരിക്കലും ആ ശ്രമം ഉപേക്ഷിച്ചില്ല. വീണ്ടും ഞാൻ ഉയർന്നു പോകാൻ തുടങ്ങി. എനിക്ക് തൊടണം, എൻ്റെ ലക്ഷ്യം അതാണ്. ആ മഴവില്ലിനെ തൊടാനായിട്ട് ഞാൻ വീണ്ടും ഉയർന്നു പറക്കാൻ തുടങ്ങി. ആൻഡ് ഇഫ് ഐ റീച്ച് അപ്പ് ഹൈ ഇനഫ്, ഐ ജസ്റ്റ് മേ സ്കിം ദ സ്കൈ. കാരണം എന്താണ്? എപ്പോഴെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും ആ ആകാശത്തെ സ്പർശിക്കും. ആ പ്രതീക്ഷയാണ്, ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുകയല്ല വേണ്ടത് എന്ന് വലിയൊരു പാഠമാണ്, വലിയൊരു മെസ്സേജാണ് നമുക്ക് ഈ ചെറിയൊരു കവിതയിലൂടെ ഷഹീൻ മിസ്രി നമ്മളെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അവൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസിനെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ ഒരു പ്രയത്നം, ഒരു ഹാർഡ് വർക്ക്, ആ ഒരു സ്പിരിറ്റ് എപ്പോഴും അവൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്തിയ, വിജയം കൈവരിച്ച ഷഹീൻ മിസ്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വീണ്ടും കിടക്കാം. ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വരാന്ത ഓഫ് അവർ Indonesian home, writing little poems and notes in a carefully guarded diary. I would sit and watch little ants carry large loads, determined to get to their destination. What was my destiny? I was already 12 years old, but what had I achieved? ഒരു കഥ പോലെയാണ്, ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ് ദീദി ഈ കാര്യങ്ങൾ, അവളുടെ ജീവിത സംഭവങ്ങൾ, ആ ഇൻസിഡൻസ് നമ്മളോട് കാണിക്കുന്നത്. ഐ റിമെമ്പർ സിറ്റിംഗ് ഓൺ ദ വൈഡ് വരാന്ത ഓഫ് അവർ Indonesian home. ഇത് ഇന്തോനേഷ്യയിൽ വെച്ച് എഴുതിയതായിരിക്കണം, അതുകൊണ്ടാണ്. ഇന്തോനേഷ്യൻ ഹോമിൻ്റെ ആ വലിയ ഒരു വരാന്തയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നതായിട്ട് ഓർക്കുന്നു. റൈറ്റിംഗ് ലിറ്റിൽ പോംസ് ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡഡ് ഡയറി. കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ കവിത എഴുതുന്ന ഒരു ശീലം ഷഹീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡയറിയിൽ വളരെ സുന്ദരമായ രീതിയിൽ ചെറിയ ചെറിയ കുറിപ്പുകളും കവിതകളും ഞാൻ എഴുതാറുണ്ടായിരുന്നു. I would sit and watch little ants carry large loads, determined to get to their destination. കുഞ്ഞെറുമ്പുകളെ ഇങ്ങനെ അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ ചുമന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്ന കാഴ്ച, ആ ഒരു കാഴ്ച ഞാൻ വളരെ കൗതുകപൂർവ്വം നോക്കിക്കാണുമായിരുന്നു എന്നാണ് ഷഹീൻ പറയുന്നത്. വാട്ട് വാസ് മൈ ഡെസ്റ്റിനി? അപ്പോൾ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഈ ഉറുമ്പുകൾ. അപ്പോൾ അതേ സമയം തന്നെ അവളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എൻ്റെ ലക്ഷ്യം?
വാട്ട് വാസ് മൈ ഡെസ്റ്റിനി? ഐ വാസ് ഓൾറെഡി 12 years old. എനിക്ക് 12 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ്? ഇത്രയും ഈ 12 വർഷത്തെ ജീവിതത്തിനിടയിൽ എന്ത് നേട്ടമാണ് എനിക്ക് ഉണ്ടായത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അച്ചീവ് ചെയ്തത്? എന്തെങ്കിലും ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് എൻ്റെ ഡെസ്റ്റിനേഷൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ, ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിരുന്നത്. It was 1983. We lived in Jakarta in a lovely white colonial home on a street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit an orphanage in the city. I do not remember how the orphanage looked, but I vividly remember the children. I saw crying children, laughing children, quiet children, screaming children, and I remember not knowing what to do. I returned to the orphanage every weekend. Perhaps it was merely curiosity or a sense of thankfulness for all that I had, or maybe every child's real desire to learn more about the world. Second paragraph എന്താണ് പറയുന്നത്? 1983. ഇപ്പോൾ താമസിക്കുന്നത് ജക്കാർത്തയിലാണ്. ഈ ലിവ്ഡ് ഇൻ ജക്കാർത്ത. നേരത്തെ പറഞ്ഞു അവളുടെ അച്ഛൻ ഒരു ബിസിനസ്മാനാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ബിസിനസ് ടൂറുമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഷഹീനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ വിവിധ ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സർവകലാശാലകളിലും അവിടുത്തെ സ്കൂളുകളിലുമാണ് ആര് വിദ്യാഭ്യാസം നടത്തിയിരുന്നത്? ഷഹീൻ മിസ്രി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജക്കാർത്തയിലാണ്. അവിടെ ഒരു കൊളോണിയൽ ഹോം, വളരെ സുന്ദരമായ എൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് ദാറ്റ് വാസ് ക്വയറ്റ്. വളരെ ശാന്തമായ ഒരു തെരുവിലായിരുന്നു ഞങ്ങളുടെ വീട്. പ്ലസന്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ്. വളരെ സന്തോഷം നിറഞ്ഞ, വളരെ പൂർണ്ണമായ, വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ലൈഫാണ് ഞാൻ. ഒരു പ്രശ്നവുമില്ല, യാതൊരു അലട്ടലുമില്ല. എല്ലാം കൊണ്ടും വളരെ സുഖകരമായ ഒരു ജീവിതമാണ് ഷഹീൻ നയിച്ചിരുന്നത്. ഇറ്റ് വാസ് എ പ്ലസന്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ് until the day was taken to visit an orphanage in the city. അങ്ങനെ ശാന്തമായ ഒരു നദി പോലെ ഒഴുകുന്ന നമ്മുടെ ഷഹീൻ്റെ ജീവിതം. പക്ഷെ അതിനിടയ്ക്കാണ് സിറ്റിയിലെ ഒരു അനാഥ മന്ദിരം, ഒരു അനാഥാലയം ഓർഫനേജ് സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഷഹീന്. I do not remember how the orphanage looked, but I vividly remember the children. ഓർഫനേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രമായിട്ട് അവിടുത്തെ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. ഐ സോ ക്രൈയിങ് ചിൽഡ്രൻ. എത്ര ഭാവങ്ങളിലുള്ള നിരവധി ഭാവങ്ങളിലുള്ള കുട്ടികളെയാണ് അവിടെ ഷഹീന് കാണാനായത്. ഷഹീനും കൊച്ചുകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആ ഒരു മനസ്സ് ശരിക്കും മനസ്സിലാവും വേഗം, മറ്റുള്ളവരെക്കാൾ, മുതിർന്നവരെക്കാൾ. അതുകൊണ്ട് ഐ സോ ക്രൈയിങ് ചിൽഡ്രൻ, ലാഫിംഗ് ചിൽഡ്രൻ, കരയുന്ന കുട്ടികൾ, ചിരിക്കുന്ന കുട്ടികൾ, ക്വയറ്റ് ചിൽഡ്രൻ, ശാന്തരായ കുട്ടികൾ, സ്ക്രീമിംഗ് ചിൽഡ്രൻ, നിലവിളിക്കുന്ന കുട്ടികൾ. ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഈ ബഹളത്തിനിടയിൽ, ഈ കാഴ്ചകൾക്കിടയിൽ എന്ത് ചെയ്ത് ആദ്യമായിട്ട് കാണുകയാണ്. സുഖകരമായ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആര് കണ്ടിട്ടില്ല? ഷഹീൻ കണ്ടിട്ടില്ല. ഐ റിട്ടേൺ ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയുടെ അവസാനവും എവറി വീക്കെൻഡിലും ഈ ഓർഫനേജ് സന്ദർശിക്കാനായിട്ട് ഷഹീൻ പോകുമായിരുന്നു. ഇറ്റ് വാസ് മിയർലി ക്യൂരിയോസിറ്റി ഓർ എ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഓഫ് ഓൾ ദാറ്റ് ഐ ഹാഡ്. തനിക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റു യാതൊരു പ്രശ്നമില്ല. ഈ കുട്ടികളാണെങ്കിൽ അനാഥരാണ്, അവർക്ക് അച്ഛനും അമ്മയില്ല. അവരെങ്ങനെയൊക്കെയോ ഇവിടെ എത്തപ്പെട്ടതാണ്. അനാഥ മന്ദിരത്തിൽ ആരൊക്കെയോ ഉപേക്ഷിച്ച്, ചിലപ്പോൾ അമ്മയായിരിക്കും ഉപേക്ഷിച്ചത്. അങ്ങനെ ആരാലും ഉപേക്ഷിക്കപ്പെട്ട് ആ അനാഥാലയത്തിലെത്തി ഈ കുട്ടികളെ കാണുക എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉടനെ ഷഹീൻ ഓർക്കും. ദൈവമേ, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നെയാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. തനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ഒരുപാട് രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്യൂരിയോസിറ്റി കൊണ്ടാണോ, കൗതുകം കൊണ്ടാണോ, ഈ കുട്ടികളെ കാണാനുള്ള കൗതുകം കൊണ്ടാണോ, അതോ ഇത്തരത്തിലുള്ളൊരു ചിന്ത തൻ്റെ മനസ്സിൽ, ഈ താങ്ക്ഫുൾനെസ്, ദൈവത്തിനോടുള്ള കടപ്പാട്, തനിക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്തുള്ള ആ ഒരു നന്ദി പ്രകാശനമാണോ? എന്തായാലും എല്ലാ വീക്കെൻഡിലും ഈ ഓർഫനേജ് സന്ദർശിക്കണമെന്ന് ദീദിക്ക് തോന്നിയിരുന്നു. അങ്ങനെ അന്ന് ദീദി എന്ന് പറയുന്നില്ല, അന്ന് ഷഹീൻ മിസ്രി തന്നെയാണ്. യെസ്, ഓർ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദി വേൾഡ്. ഒരു പക്ഷേ ഒരു കുഞ്ഞിന് ഈ ലോകത്തെ അറിയാനുള്ള ഒരു വലിയ കൗതുകമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കൗതുകകരമായ ഒരു ചിന്ത എപ്പോഴും കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾക്കുണ്ടാകും. ആ കൗതുകമായിരിക്കണം ഒരു പക്ഷേ എന്താണ് ഈ ലോകത്തെ അറിയാനുള്ള കൗതുകം കൊണ്ടായിരിക്കണം എപ്പോഴും അവിടെ പോകണമെന്നൊരാഗ്രഹം. എല്ലാ വീക്കെൻഡിലും ഓർഫനേജ് സന്ദർശിക്കണമെന്നൊരാഗ്രഹം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ദീദിക്ക് അല്ലെങ്കിൽ ഷഹീൻ മിസ്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗം നല്ലതായിട്ട് വായിച്ചു നോക്കണം. നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. സെക്കൻഡ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. മൈ ഫാദർ വാസ് എ ബാങ്കർ who had to move cities. Growing up was a whirlwind of 10 schools across 5 countries that span the French, British, American and international school systems. My father was a banker. നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അല്ലേ? Who had to move cities. പട്ടണങ്ങൾ നഗരങ്ങളിലേക്ക് ഇങ്ങനെ പറിച്ചു നടന്ന ജീവിതമാണ്. Growing up was a whirlwind of 10 schools across 5 countries. 5 രാജ്യങ്ങളിൽ നീണ്ടു നിന്ന ഒരു ചുഴലി പോലെ നീണ്ടു നിന്ന ജീവിതമാണ്, വളർച്ചയാണ് ആർക്കുണ്ടായത്? ഷഹീൻ മിസ്രിക്ക്. അല്ലാതെ ഒരിടത്ത് മാത്രം അടങ്ങി ഒതുങ്ങി നിന്ന് പഠിച്ച് ഉയർന്നു വന്ന ഒരു കുട്ടിയല്ല ഷഹീൻ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം. അതുകൊണ്ട് വിദേശ സർവകലാശാലകളിലെയും വിദേശ സ്കൂളുകളിലെ എല്ലാ സിസ്റ്റവും, വിദ്യാഭ്യാസ സിസ്റ്റങ്ങളും എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും അവർക്ക് പരിചയമുണ്ടായിരുന്നു ഷഹീന്. ഇതെല്ലാം അനുഭവിച്ചു, ഇതെല്ലാം മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ് ഷഹീൻ. I began to understand that life wasn't perfect during my summer vacations. My summers were spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered at the Happy Home and School for the Blind. I remember thinking of the beauty you can create when you look beyond what you can see. The school buzzed with confident children running up and down the staircases or playing cricket on the terrace with a ball that jiggled. My father was a banker. അത് പറഞ്ഞു കഴിഞ്ഞു. ആ പാരഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ബാങ്കർ ആയതുകൊണ്ട് തന്നെ വിവിധതരം രാജ്യങ്ങളിലെ സ്കൂൾ സിസ്റ്റത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഷഹീനുണ്ടായി. I began to understand that life wasn't perfect during my summer vacation. സമ്മർ വെക്കേഷനിലെ എൻ്റെ ജീവിതം അത്ര പൂർണ്ണമല്ല അപ്പം എന്നൊരു ചിന്തയാണ്. എന്തോ ഒരു അപൂർണത അവൾക്ക് ബോധ്യപ്പെട്ടു. മൈ സമ്മേഴ്സ് വെയർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ്. ഇങ്ങനെയായിരുന്നു സമ്മർ വെക്കേഷനിൽ ചിലവഴിച്ചിരുന്നത്. ജക്കാർത്തയിലെ ഓർഫനേജ് നിത്യം സന്ദർശിക്കുക, പിന്നെ തിരിച്ച് മുംബൈയിലേക്ക് വരിക, സ്വന്തം സ്ഥലമായ മുംബൈയിലേക്ക് വരിക. വേറെ ഐ വോളണ്ടിയർഡ്. അവിടെയും ചുമ്മാതിരിക്കുകയല്ല, അവിടെയും ഒരുപാട് ഇതുപോലെയുള്ള അനാഥ മന്ദിരങ്ങളും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡും ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള, അതായത് ചെവി കേൾക്കാൻ വയ്യാത്ത കുട്ടികളുടെ സ്കൂളുകൾക്കും സന്ദർശിക്കുന്ന ഒരു പതിവ് ആർക്കുണ്ടായിരുന്നു? ഷഹീൻ മിസ്രിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നൊരു ജീവിതമാണ് ഷഹീൻ ഉണ്ടായിരുന്നത്. ഈ സമ്മർ വെക്കേഷനെല്ലാം ഒന്നുകിൽ ജക്കാർത്തയിൽ അല്ലെങ്കിൽ മുംബൈയിൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ എന്തോ ഒരു അപൂർണത ആർക്ക് ബോധ്യപ്പെട്ടു? ഷഹീന് ബോധ്യപ്പെട്ടു. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. കാണുന്നതിനപ്പുറം എന്തോ ഒരു സൗന്ദര്യം എല്ലാറ്റിലും കാണാനുള്ള ഒരു കഴിവ് ഷഹീനുണ്ടായിരുന്നു. അതാണ്, കാണുന്നതിലല്ല, അതിനപ്പുറം, കാഴ്ചയ്ക്ക് അപ്പുറം എന്തോ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ കണ്ടെത്താൻ ഉള്ള ഒരു ശ്രമം ഷഹീന് കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നു. ദ സ്കൂൾ ബസ്ഡ് വിത്ത് കോൺഫിഡൻറ്റ് ചിൽഡ്രൻ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർകേസ്. അനാഥ കുട്ടികളാണെങ്കിലും ഒരുപാട് അംഗവൈകല്യമുള്ള കുട്ടികളാണെങ്കിലും അവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, സ്റ്റെയർകേസ് മുഴുവൻ ഇങ്ങനെ കയറി ചാടി മറിഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ കളിക്കുന്നു. അതുപോലെ പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് വിത്ത് എ ബോൾ ദാറ്റ് ജിഗിൾഡ്. കാണാൻ കഴിയാത്ത കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അവരെങ്ങനെയാണ്? ബോളിൽ ഒരുപാട് കിലുക്കമൊക്കെ വെച്ച് കെട്ടി, ആ കിലുക്കമുള്ള ബോൾ, അപ്പോൾ ആ ബോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റും, അവർക്ക് അറിയാൻ പറ്റും. കാണാൻ പറ്റത്തില്ല, അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ബോളിനെ ലക്ഷ്യമാക്കി അവർ എറിയുകയും അതുപോലെ തന്നെ ആ ബോൾ പിടിക്കുകയും ആ ബോൾ അടിച്ചു കളയുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന വളരെ സുന്ദരമായൊരു കാഴ്ച അവൾക്ക് കാണാൻ പറ്റി. It was through these summer experiences in India that I began to see inequity. I will go from my family lunch to the dining hall at the blind school. I would watch through the window of my air-conditioned car as children would beg in the streets.
I would see piles of wasted food at a friend's party, and when I left, I would notice a woman sitting on the side of the road, portioning out all too meager amounts of dal and rice to her family. I started to see the slums of Mumbai as the fabric of the city. Suddenly, they appeared to be everywhere. I began to notice the disparity that existed in different people's lives. അപ്പോൾ സമ്മർ വെക്കേഷനിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്, ആ കാഴ്ചകളെക്കുറിച്ചാണ് ഷഹീൻ നമ്മളോട് വിവരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ അത് തന്നെ പറയുന്നു. ഇറ്റ് വാസ് ത്രൂ ദീസ് സമ്മർ എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ ദാറ്റ് ഐ ബിഗാൻ ടു സീ ഇൻഎക്വിറ്റി. ആ പദം ശ്രദ്ധിക്കുക. എന്താണ് ഇൻഎക്വിറ്റി എന്ന് പറയുന്നത്? എന്തോ ഒരു തുല്യമല്ലാത്ത അവസ്ഥ, ഇൻഎക്വിറ്റി. എന്തൊക്കെയോ അപൂർണമായ അസന്തുലിതമായ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആ അസന്തുലിത അവസ്ഥയ്ക്കാണ് ഇൻഎക്വിറ്റി എന്ന് പറയുന്നത്. ഈ സമ്മർ എക്സ്പീരിയൻസസിലാണ്, ഈ സമ്മർ വെക്കേഷനിലെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ കാര്യം പഠിച്ചത്. ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. എന്തൊക്കെയോ അസന്തുലിതമായ, തുല്യമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന ചിന്ത ആദ്യമായിട്ട്, കൊച്ചുകുട്ടിയാണ് ഷഹീൻ, ആദ്യമായി ഷഹീൻ്റെ മനസ്സിലുണ്ടായത് ഈ സമ്മർ എക്സ്പീരിയൻസസിലൂടെയാണ്. I would go from a family lunch to the dining hall at the blind school. എൻ്റെ ഫാമിലി ഡൈനിങ് റൂമിൽ നിന്നും ഞാൻ അതുപോലെ തന്നെ ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുടെയും ആ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളുടെയും ഡൈനിങ് ഹാളിനെ കുറിച്ച് ചിന്തിച്ചു. ആ വ്യത്യസ്തത, അവിടുത്തെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന തൻ്റെ വിപുലമായ ആഹാരങ്ങളും അതുപോലെ തന്നെ വളരെ സമൃദ്ധമായ ആഹാരങ്ങളും ഒക്കെ എടുത്ത് വെച്ച് കഴിച്ച് പോകുന്ന ആ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ആ ഡൈനിങ് റൂം ഉണ്ടല്ലോ, അതിനപ്പുറം കുട്ടികൾ മണിയടിച്ച് കാത്ത് എല്ലാവരും കൂടി നിരനിന്ന് ആഹാരം കഴിക്കുന്ന, നിങ്ങൾ ഒരിക്കലും ഒരു ഓർഫനേജ് സന്ദർശിക്കുന്ന നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഒരിക്കലെങ്കിലും ഒരു ഓർഫനേജ് നമ്മൾ സന്ദർശിച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ആരുടെയും ജീവിതം പോലെയല്ല അനാഥാലയങ്ങളിലെ കുട്ടികളുടെ ജീവിതം. I would go from my family lunch to the dining hall at the blind school. I would go through the window of my air-conditioned car. അതുപോലെ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ നഗരങ്ങളിൽ ട്രാഫിക് കുരുക്കിലൊക്കെ പെട്ട് കഴിയുമ്പോൾ എയർ കണ്ടീഷൻ കാറിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ചേരി കാഴ്ചകൾ, ആ ചേരിയിലെ കുട്ടികൾ അവിടെ നിരന്ന് നിന്ന് യാചിക്കുന്ന കാഴ്ചകൾ, അവർ ഓടിക്കളിക്കുന്ന കാഴ്ചകൾ, ദാരിദ്ര്യത്തിൻ്റെ മുഖങ്ങളാണ് ഷഹീന് കാണാൻ കഴിഞ്ഞത്. I would see piles of wasted food at a friend's party and when I left. മിക്കവാറും അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ പാർട്ടികളിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഈ കാഴ്ചകൾ കാണുന്നത്. ആ പാർട്ടികളിൽ വിളമ്പുന്ന സമൃദ്ധമായ ആഹാര പദാർത്ഥങ്ങൾ പിന്നീട് പൈൽസ് ഓഫ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാഴ്ച, കെട്ടിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാതെ വരുന്ന, മിച്ചം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വേസ്റ്റിൽ കൊട്ടയിൽ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തള്ളുന്ന കാഴ്ച. ആ സമയത്ത് തന്നെ ഞാൻ നഗരത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കുട്ടികൾ ഭിക്ഷയാചിക്കുകയാണ് ആഹാരമില്ലാതെ. അപ്പോൾ ഈ എന്തൊക്കെയോ അതാണ് അസന്തുലിതമായ ഇനെക്വിറ്റി ആർക്ക് ഫീൽ ചെയ്തത്? ഷഹീന് ഫീൽ ചെയ്തത്. പൈൽസ് ഓഫ് ഫുഡ് wasted food at a friend's party and when I left I would notice a woman sitting on the side of the road. അതേപോലെ തന്നെ മറ്റൊരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ ഈ കെട്ടിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കളയുന്നിടത്ത് അതിനകത്തുനിന്ന് ചികഞ്ഞെടുത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി കുറച്ച് അരിയും ചോറും പരിപ്പും ഒക്കെ വേർതിരിക്കുന്ന ഒരു സ്ത്രീയുടെ കാഴ്ചയും ഷഹീന് കാണാനിടയായി. അപ്പോഴാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ വേർതിരിവിനെക്കുറിച്ച്, അസന്തുലിതമായ ഒരു അവസ്ഥയെക്കുറിച്ച്, സാമ്പത്തികപരമായ അസന്തുലിതാവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഷഹീന് ബോധ്യപ്പെട്ട കാഴ്ചകളായിരുന്നു അതൊക്കെ. I would notice a woman sitting on the side of the road, portioning out all too meager amounts of dal and rice for her family. I started to see the slums of Mumbai as the fabric of the city. ആ സിറ്റിയിലെ ഫാബ്രിക്കായിട്ട്, ഒരു വലിയ ചിത്രമായിട്ട് ആരുടെ മനസ്സിൽ തോന്നി? ഷഹീൻ്റെ മനസ്സിൽ തോന്നി ചേരികൾ, മുംബൈയിലെ ചേരികൾ, ചേരിയിലെ ജീവിതം. Suddenly they appeared to be everywhere. അതാണ്, ഈ ചേരിയിൽ മാത്രം നിലനിൽക്കുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നതായിട്ട്, നഗരത്തിൽ എങ്ങും എമ്പാടും ഈ കാഴ്ചകൾ നിത്യസാധാരണമായിട്ട് മാറുന്നതായിട്ട് ഷഹീന് അനുഭവപ്പെട്ടു. ഇത് വെറും ഒരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല എന്ന് ഷഹീന് ബോധ്യപ്പെട്ടു. ഈ രാജ്യത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ സമൃദ്ധമായി ജീവിക്കുമ്പോൾ ഒരു വിഭാഗം
ഭിക്ഷ യാചിച്ചു. അതുപോലെ തന്നെ ആഹാരത്തിന് വേണ്ടി അന്യൻ്റെ വീട്ടുപടിക്കലും അതുപോലെ വേസ്റ്റ് കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് ഭക്ഷണം തിരയുന്ന കാഴ്ചയും ആര് കണ്ടു? ഷഹീൻ കണ്ടു. അപ്പോൾ ശരിക്കും സമൂഹത്തിനൊരു വലിയ അസന്തുലിതമായ അവസ്ഥ, സമമല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുവെന്ന് ഷഹീൻ ബോധ്യപ്പെട്ടു. began to notice the disparity, the difference that existed in different people's lives. വ്യത്യസ്ത ജനങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വലിയ വേർതിരിവ്, ആ ഒരു വലിയ ഡിസ്പാരിറ്റി ഷഹീന് ബോധ്യപ്പെട്ടു. നമുക്ക് ഈ പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് ഈ ചാപ്റ്റർ വായിക്കണം, ഇത്രയും ഭാഗം വളരെ കൃത്യമായിട്ട് വായിക്കണം. അപ്പം നമുക്കിനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ